ഈ ഷുഗർ ഉള്ള ആളുകളിൽ 100% കിഡ്നിക്കാണ് പ്രശ്നം വരുന്നത് ആദ്യം. അപ്പൊ ആദ്യം ഈ തരിപ്പ്, മരപ്പ്, പുകച്ചില്, കൈയും കാലും ശോഷിക്കുന്ന ഇതൊക്കെ കാണിക്കും. പിന്നെ മൂത്രത്തിൽ പത തുടങ്ങും. മൂത്രത്തിൽ പഴുത ഉണ്ടായി കഴിയുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും. ആദ്യം ചെക്ക് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് യൂറിയയാണ്. യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നുള്ള രീതിയാണ് വരുന്നത്. അതിനകത്ത് യൂറിയയുടെ വേരിയേഷൻ തുടങ്ങിയ ഉടനെ നമുക്ക് ക്രിയാറ്റിൻ പെട്ടെന്ന് കൂടത്തുമില്ല, പെട്ടെന്ന് കുറയത്തുമില്ല. ഇപ്പൊ നമ്മൾ ഒത്തിരി കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അവരുടേത് ഒരെണ്ണം നമ്മൾ ക്രിയാറ്റിൻ ചിലപ്പോൾ 2.5 ആയിരിക്കും. ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ യൂറിയ എത്ര ഉണ്ടെന്ന് നോക്കണം. കാരണം 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ ചിലപ്പോൾ 2.5 തന്നെ കിടക്കും. യൂറിയ ഒരു 80 ഉള്ളതിന് 40 ആയിട്ട് കുറയും. അങ്ങനെ ആകുമ്പോൾ ഓക്കെ, ഇവർ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് കിഡ്നി പ്രശ്നം വളരെ കോമൺ ആണ്. ഈ കിഡ്നി പ്രശ്നം കോമൺ ആവാനായിട്ടുള്ള 80% കാരണം എന്ന് പറയുന്നത് ഷുഗർ ലെവലാണ്. ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇത് കിഡ്നിയിലെ നെഫ്രോൺസിനെ ഡാമേജ് ചെയ്യും. അത് ഫർദർ മൂത്രത്തിൽ പതയുണ്ടാകും, ക്രിയാറ്റിൻ ലെവലിൽ കൂടും. ഈ ബ്ലഡിൽ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ അളവ് കൂടും. എപ്പോഴും നമ്മൾ കിഡ്നി പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ഒന്ന് സിസ്റ്റാറ്റിൻ സി എന്ന് പറയും, അതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. രണ്ടാമത്തത് EGFR, ഫിൽട്രേഷൻ ഓക്കെ ആണോ. ഫിൽട്രേഷൻ ഒരു 90 താഴോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം അവരുടെയൊക്കെ ക്രിയാറ്റിൻ നോർമലായിരിക്കും, ഈ പറയുന്ന യൂറിയ എല്ലാം നോർമലായിരിക്കും. GFR താന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, കിഡ്നിക്ക് പണി കിട്ടാൻ തുടങ്ങി. അത് അന്നേരം ഫിൽട്ടർ ചെയ്ത് പ്രോപ്പറാക്കി കൊണ്ടുപോകേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്നാമെന്ന് പറഞ്ഞാൽ ഷുഗർ ലെവൽ കൺട്രോൾ നിർത്തിയില്ലെങ്കിൽ GFR താന്ന് അത് ക്രിയാറ്റിൻ ലെവൽ വേരിയേഷൻ വന്ന് കിഡ്നിക്ക് ഡാമേജ് വന്ന് പിന്നെ കാലിന് നീര്, മുഖത്ത് നീര്, വിശപ്പില്ലായ്മ, ക്ഷീണം, HB ലെവൽ കുറയുന്നു, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിഡ്നി കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചുമ്മാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് ഏത് ഭക്ഷണം വേണം, ഏത് ലൈഫ് സ്റ്റൈൽ വേണം, ഏത് മരുന്ന് എടുക്കണം, ഏത് മരുന്ന് എടുക്കരുത്, ഈ ഒരു ധാരണ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും.